ഹേയ് ഗൈസ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിയുന്നുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിത് വന്നത്. ഈ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഇറാൻ, US, ഇസ്രായേൽ തമ്മിലുള്ള സംഘർഷം. ഈ സംഘർഷത്തിൻ്റെ ഏറ്റവും പര്യമനത്തിലോട്ട് നമ്മൾ എത്തിയിട്ടാണ്, അതിൻ്റെ അന്തിമഘട്ടത്തിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആയത്തുള്ള അലി ഖമേനി, ഇറാൻ്റെ സുപ്രധാന ലീഡറായിട്ടുള്ള സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി യുദ്ധത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. ഇപ്പോൾ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതേപോലെ നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു, അതേപോലെ മുസ്താബ ഖമേനി, നമ്മുടെ ഇറാൻ്റെ പുതിയ സുപ്രീം ലീഡറും, ഒരു മൂന്നാളും കൂടെ ഒരു ചർച്ച വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചർച്ച ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് മൂന്ന് കൂട്ടർ. അതിൽ ഈ ചർച്ച പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഇസ്ലാമാബാദ് വെച്ചിട്ടാണ് നടക്കാൻ അവർ പ്ലാൻ ചെയ്തത്. ഈ പ്ലാൻ ചെയ്തത് മാത്രമല്ല, ട്രംപിൻ്റെ തന്നെ മീഡിയ ആയിട്ടുള്ള ദ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ട്വിറ്ററിലൂടെ, ഐ മീൻ എക്സിലൂടെ ഒക്കെ. അപ്പോൾ ഈ ഒരു ചർച്ചയിലൂടെ നിങ്ങൾക്ക് ഈ വെടിനിർത്തലൊക്കെ അവസാനിപ്പിക്കാനും ഒരു സമാന ചർച്ചയും കൂടെ ആയിട്ടാണ് ഇവർ മൂന്ന് സംഘവും കൂടെ അവിടെ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ തന്നെ ഇറാന് മിഡിൽ ഈസ്റ്റിലുള്ള പല ഒട്ടനേകാനവധി രാജ്യങ്ങളിലോട്ട് ഒരുപാട് ഒരു റെക്ലെസ് ആയിട്ടുള്ള കുറേ ബോംബിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണല്ലോ. അപ്പം ഈ ഒരു ചർച്ചയിലൂടെ അവിടെ മിഡിൽ ഈസ്റ്റിൻ്റെ പശ്ചിമേഷ്യയുടെ ഭാഗം വളരെയധികം ശാന്തമാകാനുള്ളൊരു ചർച്ചൻ്റെ ഒരു ഇൻറ്റൻഷൻ ഓഫ് ഈ പറഞ്ഞിട്ടുള്ളൊരു ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് ഇൻ മിഡിൽ ഈസ്റ്റ് ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് ബാക്കി കണ്ടറിയണമെങ്കിൽ ഇവരുടെ ചർച്ച ചെയ്യേണ്ട നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്കെല്ലാവർക്കും ഈ വാർ ഇതിലൂടെ എൻഡ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം.